ഇന്നൊരു ശനിയാഴ്ചയാണ്. നമുക്ക് ഇനി തിങ്കളാഴ്ചയാണ് എക്സാം ഉള്ളത്. നമ്മുടെ ഒരു എക്സാം കഴിഞ്ഞു. എനിക്ക് സൗണ്ട് അധികം എടുത്ത് സംസാരിക്കാൻ പറ്റില്ല ഗൈസ്. നമുക്കിനി കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ശനിയാഴ്ച നേരത്തെ തന്നെ എണീച്ചിരിക്കുകയാണ്. അത്ര നേരത്തെ ഒന്നുമല്ല, എന്നാലും രാവിലെ തന്നെ ഒരു 3-2 മണിക്കൂർ കയ്യിലാക്കാൻ പറ്റുന്ന രീതിക്ക് എണീച്ചിട്ടുണ്ട്. അതിൻ്റെ അത്ര തന്നെ നമുക്ക് ഇന്ന് മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കാം ഗൈസ്. ഞാനിന്ന് 6 മണിക്കാണ് കേട്ടോ എണീച്ചത്. നമ്മൾ പഠിക്കാതിരിക്കുമ്പോഴേക്കും 6:30 ആയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ ബിസിനസ് സ്റ്റഡീസാണ് പഠിക്കണത്. കാരണം തിങ്കളാഴ്ചത്തെ രണ്ടാമത്തെ എക്സാം ബിസിനസ് സ്റ്റഡീസാണ്. അതിന് മുന്നുള്ളത് മലയാളമാണ്. അത് ഞാൻ അന്ന് രാവിലേക്ക് പഠിക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങളെൻ്റെ ചുരുക്കം കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് തിയറി പഠിക്കണത് ഇഷ്ടമല്ല. നമുക്ക് പഠിക്കാതെ ഇരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ പഠിച്ച് തുടങ്ങുകയാണ്. രാവിലെ എണീച്ച പാട് ബിസിനസ് സ്റ്റഡീസ് പഠിച്ചുകൊണ്ട് നല്ലോണം തലയിൽ കയറിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ നല്ല ടൈം എടുത്തിട്ടാണ് കേട്ടോ ബിസിനസ് സ്റ്റഡീസൊക്കെ പഠിക്കാറ്. കാരണം വേഗം പഠിച്ച് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് കൊണ്ട് വേഗം മറന്നു പോകും. അതുകൊണ്ട് ടൈം എടുത്ത് റിവിഷൻ അപ്പം ചെയ്തിട്ടാണ് ഞാൻ പഠിക്കൽ. അപ്പം നമ്മൾ കുറേ നേരം അങ്ങനെ ഇരുന്ന് പഠിച്ച് ഒരു ചായയൊക്കെ കൊടുന്ന് തന്നു കേട്ടോ എൻ്റെ അമ്മ. പിന്നെ നമ്മളൊരു വലിയ ബ്രേക്ക് എടുത്തു. നമ്മുടെ ജാക്കി കുറേ വാശിയൊക്കെ പിടിക്കണോണ്ട് നമ്മളൊരു 7:25 ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ അവൻ്റെ കൂടെ കളിക്കാൻ കൂടി. ഇതാണ് അവൻ്റെ മെയിൻ വിനോദം. ആ ദിവസം രാവിലെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇത് ഫോക്കസ് ചെയ്യാത്തല്ല, മഞ്ഞാണ്. അങ്ങനെ അവനിത്തിരി പാലൊക്കെ ചൂടാക്കി അവൻ്റെ പാൽ കുടിക്കാനുള്ളതൊക്കെ അവിടെ കൂട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മളിങ്ങനെ പഠിക്കാൻ പോയി. ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ വീണ്ടും പഠിക്കായിരുന്നു. ഞാൻ എന്തും എഴുതിയിട്ടാണ് ഗൈസ് പഠിക്കാറ്. കണ്ടോ, ഇത് ഒരു കുറച്ച് ഭാഗം ഞാൻ പഠിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും ഇത്രയൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ട് ഞാൻ. നമ്മൾ ആദ്യം അറിയണത് നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചിട്ട് പിന്നെ പുതിയ ടോപ്പിക്കൊക്കെ ക്ലാസ് കണ്ടിട്ട് പിന്നീട് പഠിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുക. ഞാൻ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരിടത്തേക്ക് വരെ പോകണം, ബസ് കയറി പോകണം. അപ്പോൾ ബസ് ഏകദേശം 10:45 നമ്മൾ ആ ഒരു സമയം കണക്കിൽ വെച്ചിട്ടാണ് പഠിക്കണത്. ഇതിപ്പോൾ സാധാരണ പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കാത്ത ദിവസമായിരുന്നെങ്കിൽ ഞാൻ ഈ ബസ്സിന് പോകേണ്ട സമയത്തിന് കണക്കിനാണ് നീക്കൽ. ഒരു 9 മണിക്കൊക്കെ എണീച്ച് മെല്ലെ ഇഴഞ്ഞ് ബസ്സിന് വൈകിയൊക്കെ എത്തി. അതായിരിക്കും എൻ്റെ സാധാരണ ദിവസം. പക്ഷെ നമ്മളിന്ന് പ്രൊഡക്റ്റീവ് ആക്കാൻ വിചാരിച്ചതുകൊണ്ട് രാവിലെ ഒരു 2.25 മണിക്കൂറെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റി. സോ ദിസ് ഈസ് യുവർ സൈൻ ടു സ്റ്റഡി ഈവൻ ഇഫ് യുവർ ടൈം ഇസ് ലിമിറ്റഡ്. 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് പഠിച്ചാലും നമ്മൾ ഫ്യൂച്ചർ സെൽഫിന് ആ ബെനിഫിറ്റ് കിട്ടും. ഒരു 9:20 നമ്മുടെ പഠിത്തം അവസാനിപ്പിച്ച് നമ്മൾ റെഡിയാവാൻ വേണ്ടി പോവുകയാണ്. ബിസിനസ് സ്റ്റഡീസിൻ്റെ 3 വലിയ ടോപ്പിക്ക് നമ്മൾ 2.25 മണിക്കൂറിൻ്റെ ഉള്ളിൽ പഠിച്ച് തീർത്തിരുന്നു. സോ ഐ ആം അമേസ്ഡ് അറ്റ് മൈ സെൽഫ്. കാരണം ഇത്രയൊന്നും ഒരു മൈൻഡ്ഫുള്ളായിട്ട് എനിക്ക് തിയറി അങ്ങനെ പഠിക്കാൻ പറ്റില്ല. ഐ ആം ട്രെയിനിങ് മൈ ബ്രെയിൻ മസിൽ ഫോർ ദാറ്റ്. എത്രയും പെട്ടെന്ന് തിയറി പഠിച്ചെടുക്കാൻ നമ്മുടെ തലച്ചോറിനൊരു സ്ട്രെങ്ത് ഉണ്ടാക്കി കൊടുക്കലാണ് ഇതൊക്കെ. നമ്മളെ കൊണ്ട് പറ്റും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ പരമാവധി എന്നെ കടിച്ചുരുട്ടിയിട്ട് നിൽക്കണം നിപ്പാണ് അവിടെ. അവനെ കൊണ്ട് പറ്റണതൊക്കെ അവൻ ചെയ്യും. ബസ് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട്. ഒരു 6-7 മിനിറ്റോളം ഉണ്ട്. ഞാൻ നല്ല സ്പീഡിലാണ് നടന്നത്. അതുകൊണ്ടാണ് 6-7 മിനിറ്റ് ആയത്. ക്യാമറ ഷൈ ആണെന്ന് വെറുതെ അഭിനയിക്കുകയാണ് ഗൈസ്. അവൾക്ക് ക്യാമറയിൽ വരാൻ നല്ല ഇഷ്ടമാണ്. എന്നിട്ട് ഞങ്ങൾ ബസ് കയറി. 10:45 ബസ്സിന് തന്നെ കയറി. അങ്ങനെ വെൽക്കം ടു ആൽഫ ക്ലാസിക്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എത്തി. ഇവളുടെ വീട്ടിലാണ് ഞങ്ങൾ ഫുൾ പ്രാക്ടീസും നടത്തണത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് നമുക്ക് 4:30 ബസ്. അപ്പോൾ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. 4:15 നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് കുറച്ച് മഹാഭാരതം കാണിച്ചു തന്നു ഗൈസ്. ഇത് അവളുടെ ഫേവറേറ്റ് ആണ് ഗൈസ്, ഡോണ്ട് ജഡ്ജ്. അങ്ങനെ കറക്റ്റ് 4:30 നമ്മൾ ബസ് കയറി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ ബസ് ഇറങ്ങി നമ്മൾ വീണ്ടും നടന്നു നമ്മുടെ വീട്ടിലേക്ക്. ഗൈസ്, റോഡ് എന്ത് ഭംഗിയാ നോക്കൂ. അങ്ങനെ നമ്മൾ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ഒന്ന് പുറത്തേക്ക് പോയി ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ അവിടെ എത്തി ഒരു സാൻഡ്വിച്ചും ഒരു ഷേക്കൊക്കെ കുടിച്ചു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.